എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൂ നോസ് മീ ബെറ്റർ, അതായത് അച്ഛനാണോ അമ്മയ്ക്കാണോ എന്നെ കൂടുതൽ അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ബേസ് ചെയ്തിട്ടുള്ള ബാക്കി കുറെ വീഡിയോസ് ഒക്കെ പരീക്ഷ എഴുതിപ്പിക്കുക. അച്ഛനമ്മയ്ക്ക് അറിയോ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള അല്ല, നീ പറയുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നുള്ളതല്ലേ. എന്നെ പറ്റി 10 ചോദ്യങ്ങൾ ചോദിക്കും. അത് നിങ്ങള് ഉത്തരം പറയണം. ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. അതിന് മുമ്പ് നിങ്ങൾ ഉത്തരം മനസ്സിലൊന്ന് ആലോചിച്ചേക്ക്. ആദ്യത്തെ ചോദ്യം, എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഹോബി. ഇപ്പം സൈക്കിൾ ചവിട്ടുന്നത് ആവാം, ഡാൻസ് ചെയ്യുന്നതാവാം, സ്വിം ചെയ്യുന്ന, അങ്ങനെ ഹോബീസ് ഉണ്ടല്ലോ. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. മനസ്സിൽ വിചാരിച്ചോളൂ. എന്താ വെച്ചാ ഗെയിം കളിക്കുന്നത് ഈ ഫോണിനകത്ത്. അതാ ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യുന്ന കാര്യം. അതാ എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അതാ നോക്കണ്ടേ. അതിന്റെ പോയിന്റ് ഞങ്ങള് കാണുന്ന സംഭവം ഇതാ. അപ്പൊ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതല്ലേ? ഏത് സമയം മൊബൈൽ വെച്ചോണ്ടുള്ള പരിപാടി, അതിനകത്ത് ഗെയിം കളിക്കുക, പിന്നെ റീല് ചെയ്യുക, എന്തൊക്കെയോ കാണിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി. ഇതാണ് എന്റെ ഒരു അച്ഛന്റെ കാഴ്ചപ്പാടില്. അതിന്റെ മൊബൈൽ എടുക്കുക, എഡിറ്റ് ചെയ്യുക. അതെ, കറക്റ്റ് ആണ്. രണ്ടുപേർക്ക് ഒരു പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം, യൂട്യൂബില് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അയ്യോ, 3000 ഏതാണ്ടാന്ന് അറിയത്തില്ല. അച്ഛനറിയോ? 3241 അടി. 3200 ആണോ? 241. 3000 അല്ലെ? എക്സാക്ട് പറയണ്ട. 3.200 വേറെ ആണോ? 200 സംതിങ്. ഞാൻ 200 സംതിങ്. 3200. അച്ഛനോ 3000? എനിക്കറിയോ, ഗസ് ചെയ്ത് എപ്പോഴും മൊബൈൽ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ 4000. ഓ, അവിടെ വരെ പോയി. കറക്റ്റ് 3600 ആണ്. അമ്മ 3200 പറഞ്ഞേ. 200 ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്. അച്ഛന്റെ ഇത് വെച്ച് 400 ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അമ്മയ്ക്കാണ് അവിടെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്താണ്? നീലം. അച്ഛനോ? കറുപ്പ്. രണ്ടുപേരുടെ ഉത്തരം തെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം മഞ്ഞയാണ്. ഇതുവരെ കേട്ടിട്ടില്ല. മഞ്ഞ കളറ് തൊടത്തില്ല. ഒരു മഞ്ഞ ഡ്രസ് ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും നീലയൊക്കെ പറയുമായിരുന്നു. എനിക്ക് മഞ്ഞയാണ്. അപ്പൊ രണ്ടുപേർക്കും അതിന് പോയില്ല. പരീക്ഷ തോറ്റു. ഇത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പൊ പഠിക്കുന്നതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താണ്? വിഷയം. ലിസാമിസ് പഠിപ്പിക്കുന്നു. അച്ഛനും അമ്മയുടെ ഉത്തരമാണ് ശരി. ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ ആണ് എനിക്കിഷ്ടം. ഓക്കെ, ഇത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പിലേക്ക് പോവാണേ. എനിക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? എത്ര പേര് വരണ്ട? 1 2 3 4 പേരുണ്ടോ? അച്ഛൻ പേര് പറയണ്ട. 1 2 3 4. അച്ഛന് 4, അമ്മയും 4. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. തെറ്റ്. 5 അല്ല, 6. ബെസ്റ്റ് ഫ്രണ്ട് ഒന്നേ ഉള്ളെന്നാ തോന്നുന്നത്. എനിക്ക് 8 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. 8 ഉണ്ട്. 4 ഉള്ളായിരുന്നല്ലോ. ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് നീ എപ്പോഴും പറയില്ല അവരൊന്നും വലിയ ഇതൊന്നുമില്ല. അത് പിന്നെ ഇപ്പൊ എങ്ങനെയായിട്ടാ ഇത്? അമ്മ ഇങ്ങോട്ടില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടുണ്ടാകും. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണേ. നല്ലപോലെ ആലോചിക്കണേ. ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരെയാണ്? മാങ്ങാന്റെ പെണ്ണെ. ഓക്കെ, ഉറപ്പിച്ചു. അച്ഛൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരെയാണ്? വിളിക്കുന്നതോ? അവിടെയാണ് വിളിക്കുന്നത്. അത് എല്ലാവരെയും ആകാവോ? ആരുമാവോ? എന്നാ എന്നെ ആയിരിക്കും. എന്നെ തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അച്ഛൻ ഒരാളോ? ഒരു പേര് പറ.
അമ്മയോ മോളിയോ ആരും? തന്നെയായിരിക്കും. അച്ഛൻ. അമ്മ. ശരിയായ ഉത്തരം അമ്മയാണ്. ഞാൻ കോളേജിൽ എത്തിയെന്നും കോളേജിൽ നിന്ന് ഇറങ്ങിയെന്നും പറയാൻ വേണ്ടി അമ്മേനെയാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? അതാണ് 7ാമത്തെ ചോദ്യം. ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസും ഇഷ്ടം. ഫ്രൈഡ് റൈസ് ആണ് ഏറ്റവും കൂടുതൽ എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ എന്ത് ഏതും കഴിക്കാൻ താല്പര്യമുണ്ട്. രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ വർഷം? അത് കള്ളത്തരം പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് വർഷം ഓർക്കുന്നില്ല. അല്ല, പിടിച്ച വർഷം ഒന്നാണ്, തുടങ്ങിയ വർഷം ഒന്നാണ്. ഒരു +1 ആണെന്നാണ് തോന്നുന്നത്. വർഷം ആ +1 ഏത് വർഷമായിരുന്നു ഇത് പഠിച്ച? 22-23 ആയിരിക്കും. അച്ഛാ അത് തന്നെ. 2023. 22-23 ഞാൻ പറഞ്ഞു. ശരിയാണ്. ഓക്കെ, ശരിയാണ്. ഈ 2025 മെയ് 15 ആവുമ്പോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷം ആവുകയാണ്. എല്ലാരും കേട്ടോണ്. അച്ഛനും അമ്മയും അറിയാതെ ഇവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല. കള്ളത്തരം ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. 9ാമത്തെ ചോദ്യം. എനിക്കുള്ള വിയേർഡ് ഹാബിറ്റ് എന്താണ്? അതായത് അസാധാരണയായ ഒരു സ്വഭാവം അല്ലെങ്കിൽ ശീലം, അതെന്താണ്? സാധാരണ മനുഷ്യര് ചെയ്യുന്നതിലും അല്ലാത്ത അല്ല, നോർമൽ പീപ്പിളും ഇങ്ങനൊക്കെ ചെയ്യും. അതുപോലെ ഞാനും ഒരു കാര്യം ചെയ്യും, പക്ഷെ അത് പബ്ലിക്കിന്റെ മുമ്പിൽ ചെയ്താല് അവര് അതൊരു വിയേർഡാണ്. ഞാൻ വീട്ടിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അതൊരു കാര്യമാണ്. ഉമ്മ അത് വർത്താനം പറയുന്നത് താനെ വർത്താനം പറയും. ഞാൻ വർത്താനം പറയും. അതാണ് എന്റെ വിയേർഡ് ഹാബിറ്റ്. അവസാനത്തെ 10ാമത്തെ ചോദ്യം. ഞാൻ ആദ്യമായി സ്കൂളിൽ നിന്ന് ടൂർ പോയത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? 7 പഠിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. ഒരാൾ 6, ഒരാൾ 7. ശരിയായ ഉത്തരം ഞാൻ 7 പഠിക്കുമ്പോൾ. അച്ഛൻ ടെൻഷൻ. ഇവളെപ്പോഴും ഇവളുടെ കൂടെ ഞാനല്ലേ എപ്പോഴും നടക്കുന്നതും എടുക്കുന്നതും. ഇവള് കൂടുതൽ തെറ്റിപ്പോയത് ഏതായിരുന്നു ഞങ്ങളുടെ? 3ാമത്തെ തെറ്റി. എന്റെ കളറ് അത് മഞ്ഞയായിരുന്നു. അത് മാത്രമേ തെറ്റിയുള്ളൂ. പിന്നെ എനിക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്ന്? 2 തെറ്റി. ഓക്കെ. അച്ഛന് തെറ്റിപ്പോയത് എന്റെ യൂട്യൂബിൽ എത്ര 4,000 ഒക്കെ അടിക്കി വെച്ചാ ഉറപ്പാ. പിന്നെ എനിക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഫേവറേറ്റ് സബ്ജക്ട് അച്ഛനെ എലിസാർ പഠിപ്പിക്കുന്നത്. അതറിയില്ലല്ലോ ആരെ സ്കൂളിൽ വന്നിട്ടില്ലാത്തോണ്ടാണ്. എനിക്ക് ലിസാമസ് എനിക്ക് തോന്നി അത് തെറ്റാണെങ്കിൽ അച്ഛൻ എബിസാറെന്ന് അങ്ങനെ പറഞ്ഞതാ. കുഴപ്പമൊന്നുമില്ല. തീർന്നോടി. നിക്ക് ഇനി കമ്പ്യൂട്ടർ ചെയ്യട്ടെ. മാർക്ക് എനിക്ക് 8 മാർക്ക്, അച്ഛൻ 4 മാർക്ക്. അപ്പൊ നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ, എന്നെ കൂടുതൽ അറിയാവുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിപ്പോ അമ്മയാണ് ജയിച്ചിരിക്കുന്നത്. 4 മാർക്കിന്റെ വ്യത്യാസത്തിൽ 8 മാർക്കാണ് 10ൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് ഹൂ നോസ് മീ ബെറ്റർ ഉൾപ്പെടുന്നതല്ല, കുറെ ഓഡിയൻസിനെ അറിയേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനലിന്റെ കാര്യത്തിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ട്. ചെയ്തല്ലേ പറ്റൂ. യൂട്യൂബ് ചാനലിന് സപ്പോർട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ എന്തും യൂട്യൂബിൽ എന്തും കാണിച്ചു പോകുന്ന ആ പണിയൊന്നും നടക്കത്തില്ല. അങ്ങനെ നല്ല ഒരു എല്ലാം കൊണ്ടും നല്ലതായിരിക്കണം എപ്പോഴും. അല്ലാതെ ചീത്ത കേൾപ്പിക്കാനോ ചീത്ത പറയാനോ ഒന്നും ഇല്ല. ഞാൻ നല്ല കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.